മഹാഭാരത യുദ്ധത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് കർണനും അർജുനനും. രണ്ടുപേരും യുദ്ധവൈദ്യമുള്ളവർ, രണ്ടുപേരും സമർത്ഥന്മാര്, ആയോധന കലയിൽ രണ്ടുപേരും അഗ്രഗണ്യന്മാർ. പക്ഷേ മഹാഭാരതത്തിന്റെ അവസാന താളുകളിലേക്ക് പോകുമ്പോൾ കർണൻ പരാജിതനാവുകയും അർജുനൻ വിജയമായി മാറുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഈ മഹാഭാരതത്തിലെ കഥ ഈ കർണനെയും അർജുനെയും എല്ലാം നമ്മളോട് വിവരിക്കുന്നത്? സംരംഭത്വത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സംരംഭത്വത്തിലും ചിലർ പരാജയപ്പെടുകയും ചിലർ വിജയിക്കുകയും ചെയ്യുമ്പോൾ ഈ കർണനെയും അർജുനെയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടി വരും. കാരണം ടാലന്റിൽ പലരും മോശമല്ല, അവരവരുടേതായിട്ടുള്ള ഫീൽഡിലെ എക്സ്പെർട്ടൈസിൽ അവർ മോശമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ചിലർ പരാജയപ്പെടുകയും ചിലർ വിജയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരാളെ മെന്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അയാളെ ഉത്ബോധിപ്പിക്കാനായിട്ട്, അയാളെ പഠിപ്പിക്കാനായിട്ട്, അയാളെ ഗൈഡ് ചെയ്യാനായിട്ട് ചിലരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അർജുനൻ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പിൽ വർക്ക് ചെയ്തപ്പോൾ, കൃത്യമായിട്ടുള്ള അഡ്വൈസിൽ യുദ്ധം നയിച്ചപ്പോൾ കർണന് അതുണ്ടായിരുന്നില്ല. ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന, കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യാൻ കഴിയുന്ന, കൃത്യമായിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു മെന്റർ ഉണ്ടാവുക എന്നുള്ളത് ഓരോ സംരംഭത്തിന്റെയും അത്യാവശ്യമായിട്ടുള്ള ഘടകം.